ഒരു സമയത്ത് ഇത്തരത്തിലുണ്ടായിരുന്ന പല ശീലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി എന്നെ പല കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. ആ പല കാര്യങ്ങളിൽ വലിയ ഒരു ശതമാനം പങ്കും മിനി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനുണ്ട്. പല മോട്ടിവേഷണൽ വീഡിയോസും കണ്ട് പല നല്ല ശീലങ്ങളും ആരംഭിച്ച് അത് വെറും ആഴ്ചകളിലേക്ക് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം. അതായത് പല നല്ല ശീലങ്ങളും എങ്ങനെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഒരു ലൈഫ് ലോങ് ഹാബിറ്റ് ആക്കി മാറ്റാം എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓരോ യൂത്തും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. ഇനി ഇതിന്റെ ഓഡിയോ ബുക്ക് എക്സ്പ്ലനേഷൻ നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വായിക്കാനായിട്ട് സമയവും താല്പര്യവും ഒന്നും ഇല്ലാത്തവർക്ക് മലയാളത്തിലുള്ള ഈ ഒരു ഓഡിയോ പുസ്തകം പരീക്ഷിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും തന്നെയാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ശരീരത്തെ അവർ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അവരുടെ ശരീരത്തിൻ്റെയും അവരുടെ ആരോഗ്യത്തിൻ്റെയും അവസ്ഥകൾ വളരെയധികം മോശമായി പോകുന്നു. എന്നാൽ നമ്മുടെ ആരോഗ്യം മോശമാവുന്നതിൻ്റെ പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായൊരു അറിവ് നമുക്കില്ല എന്നത് മാത്രമാണ്. ഈ തരത്തിൽ നമ്മൾ ഹെൽത്തി അല്ല എന്ന് നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നവയെല്ലാം തന്നെ ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഇവയെല്ലാം ഉള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. ചെറിയൊരു സാധ്യതയുണ്ടെന്നും അതിനു വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ കണ്ണുകളെ പറ്റി തന്നെയാണ്. നമ്മുടെ കണ്ണുകളുടെ നിറം മാറുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും ചില അസുഖ ലക്ഷണങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് മഞ്ഞ നിറം വരികയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ലിവർ അഥവാ കരളുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ നിറം ചുവപ്പ് അല്ലെങ്കിൽ രക്തനിറമാണെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു അലർജി, അതല്ല എങ്കിൽ ഉറക്കക്കുറവ്, അതുമല്ല എങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഇവയൊക്കെ ആവാം. ഇന്നത്തെ കാലത്തെ വർദ്ധിച്ചു വരുന്ന സ്ക്രീൻ ടൈമും അതുപോലെ തന്നെ വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ കാരണം നമ്മുടെ കണ്ണുകൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും ഹൈ ബ്ലഡ് പ്രഷറും ഒക്കെ കാരണം കണ്ണുകളുടെ നിറവും മാറാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് അഡ്വൈസ് തേടാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഡൈജസ്റ്റീവ് ആൻഡ് പ്രോപ്പർ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ല എങ്കിൽ, പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇല്ല എങ്കിൽ, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നതെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെയധികം എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ലക്ഷണമാണ് നമ്മുടെ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൈജഷനൊന്നും പ്രോപ്പർ അല്ലാത്ത പോലെ ഫീൽ ചെയ്യുക, അല്ല എങ്കിൽ വളരെയധികം ബ്ലോട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഗട്ട് ഹെൽത്തിന് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഹെൽത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു 2 ലക്ഷണങ്ങളാണ് നമ്മുടെ ഇൻഡൈജഷൻ അതുപോലെ തന്നെ ആസിഡ് റീഫ്ലെക്സ് എന്നൊക്കെ പറയുന്നത്. ഡൈജഷന് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനൊക്കെ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ബാഡ് ബ്രെത്തിനെ പറ്റിയാണ്. പലപ്പോഴും നമുക്ക് ബാഡ് ബ്രെത്ത് വരാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സൈനസ് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്കും ബാഡ് ബ്രെത്ത് വരാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ ബാഡ് ബ്രെത്ത് വരുന്നത് സ്റ്റൊമക് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ബാഡ് ബ്രെത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായി നമുക്കുണ്ടാവുന്ന ഒരു ബാഡ് ബ്രെത്ത് അല്ല, മറിച്ച് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറേ കാലം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാഡ് ബ്രെത്തിനെ പറ്റിയാണ്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു ബാഡ് ബ്രെത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് ബോഡിയിലുള്ള എക്സസീവ് ഫാറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അധികം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിലൂടെ നമ്മുടെ ശരീരം പല ഭാഗങ്ങളിലായി തൂങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ലവ് ഹാൻഡിൽസും അതുപോലെ മാൻ ബൂബ്സും ഒക്കെ ഇതിന് ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള എക്സസീവായിട്ടുള്ള ഫാറ്റ് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെയുള്ള ഫാറ്റി ആയിട്ടുള്ള കോണ്ടൻ്റുള്ള ഫുഡ് നമ്മൾ അധികം കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഇവയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറ്റ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്സസൈസും ഇതിന് വളരെയധികം ഉപകാരപ്രദമാണ്. വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വർക്കൗട്ട് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഭക്ഷണവും ഡയറ്റും കൃത്യമായി തന്നെ ഫാറ്റ് ഒഴിവാക്കി തന്നെ കഴിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
പലപ്പോഴും ആളുകൾ ഇത്തരത്തിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യാതെയും എക്സസൈസ് ചെയ്യാതെയും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ള ബോഡി ഫാറ്റ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയും എന്നാൽ അതിന് യാതൊരു വിധത്തിലുമുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് കാരണം നമ്മുടെ മരണം വരെ കാരണമാകാവുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് എക്സസ് ബോഡി ഫാറ്റ് കാരണം വരാൻ സാധ്യതയുണ്ട്. എക്സസ് ആയിട്ട് ബോഡി ഫാറ്റ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ, അതുപോലെ ഫാറ്റി ലിവർ, ഹൈ ബ്ലഡ് പ്രഷർ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ക്യാൻസർ, ഡയബറ്റീസ്, സ്ട്രോക്ക്, അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരുപാടധികം ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സസ് ബോഡി ഫാറ്റ് ഉള്ള ആളുകൾ അവരുടെ ബോഡി ഫാറ്റ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് ശീലമാക്കുക. എക്സസ് ഓയിലി ആയിട്ടുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. കഴിവതും ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൽ ഒഴിവാക്കുക. നമ്മുടെ ശരീരം ഹെൽത്തി അല്ല എന്ന് നമ്മുടെ ശരീരം തന്നെ നമ്മളോട് സഹായിക്കുന്ന രീതിയിലുള്ള സൂചനകളും ലക്ഷണങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുക, ഇവയെപ്പറ്റി ബോധവാന്മാരായിരിക്കുക.